എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുത്ത് കേട്ടോ. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. പിന്നെ നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ രാവിലെ കഴിക്കാനുള്ളത് റെഡിയാക്കി. പിന്നെ മോന് ചോറ് കൊടുത്തു വിടണമായിരുന്നു. അപ്പോൾ അതിനുള്ള കറികളൊക്കെ ഒന്ന് തയ്യാറാക്കിയാണ്. ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണക്കച്ചൂടയില്ലേ, ഉണക്കച്ചൂടെന്ന് തീരെ ചെറുത്, അത് നമുക്ക് ചമ്മന്തി പൊടിക്കാനേ പറ്റുള്ളൂ. എന്നാലും ഉള്ളിയൊക്കെ ചതച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പം ഞാനത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ആദ്യം ചൂടൻ ഒന്ന് ഫ്രൈ ആക്കി മാറ്റിയിട്ട് ആ ചീനച്ചട്ടിയിൽ തന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിച്ച ഉടനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി അതും തയ്യാറായി. പിന്നെ തൈര് ഇരിപ്പുണ്ട്. പിന്നെ മുട്ട പൊരിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഒരു ലൈക്കും കൂടെ തന്നേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണം. അപ്പോൾ നമ്മളുടെ ജോലികളെല്ലാം രാവിലെ ഏകദേശം ജോലികളൊക്കെ ഒതുങ്ങും. പിന്നെ ബാക്കി നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ എന്തെങ്കിലും ഉച്ചയ്ക്ക് കറി എന്തെങ്കിലും മീൻ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ മീൻ കറി വയ്ക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒഴിച്ചു കറി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഈ തൈരിൻ്റെ ബാക്കി കുറച്ച് ഞാൻ തൈര് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മോര് കാച്ചാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ മോന് കൊടുത്തു വിടാനായിട്ട് കട്ടത്തൈരുള്ളതുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞ്. പിന്നെ അവർക്ക് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് എല്ലാവരും കൂടുതൽ കറികളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇത് തന്നെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും കറികൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒത്തിരി കറികളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പം മെഴുക്ക് പുരട്ടി ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതേ ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുത്തു. പിന്നെ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, കുടിവെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാഗിലാക്കി വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും രാവിലത്തെ കാപ്പുടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് പുറത്ത് പണികളൊക്കെ ഉണ്ട്. അങ്ങനെ ദേ മോൻ പോകാനായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പത്രം എടുത്തിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ പുറത്തിരുന്നിട്ട് പത്രം വായിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ പത്രം എടുത്ത് വന്നത്. അപ്പോഴുണ്ട് നമ്മുടെ വാട്ടർ ബില്ലില്ലേ, ജപ്പാൻ നമ്മൾ കുടിവെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വാട്ടർ ബില്ല് വന്നിട്ട് പുറത്ത് കസേരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ പത്രം വായിക്കാനായിട്ട് പുറത്ത് വരുമ്പോഴാണ് ബില്ലിരിക്കുന്നത് കണ്ടത്. പിന്നെ അതങ്ങനെ എടുത്ത് നോക്കി. പിന്നെ അവിടെ ഇരുന്ന് തന്നെ കുറച്ച് നേരം പത്രം വായിച്ചിട്ട് വേണം അകത്ത് കയറിപ്പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാറ് കറി എന്തെങ്കിലും വേണമല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൈര് എടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് കുറച്ച് മോര് കാച്ചാൻ ഓർത്തു. തക്കാളി ഇട്ടിട്ടേ അധികം പുളിയില്ലാത്ത മോരാണ്. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒരു മോര് കാച്ചി എടുക്കണം. പിന്നെ ഒരു മെഴുക്ക് പുരട്ടിയും കൂടെ മതി. അപ്പോൾ രാവിലെ വെച്ച കറികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വേവിക്കാനായിട്ട് വെച്ചിരിക്കണേ. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഇത് കട്ടത്തൈര് ബാക്കിയുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അടിച്ചെടുത്തിട്ട് വേണം നമുക്ക് തേങ്ങയും കൂടെ അരച്ച് അതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ അടപ്പേ വെച്ചത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ച് അതിലേക്ക് ചേർത്തെടുക്കും. അപ്പോൾ അധികം പുളിയില്ലാത്ത മോരാണ് കേട്ടോ. അതാണ് ഞാൻ തക്കാളി അതിലേക്ക് ചേർത്ത്, ഒരു തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കട്ടയെല്ലാം പോകാൻ വേണ്ടിയിട്ട് തൈര് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അതേ ജാറിൽ തന്നെ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട്, ചെറുജീരകം, വെളുത്തുള്ളി അല്ലി, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമ്മൾ തൈര് ഒഴിച്ചിട്ട് തന്നെയാണ്, തൈര് ഞാൻ അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നത്. അപ്പോൾ ദേ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് ഈ അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്ക് ചേർക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുകയില്ല. അരപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഗ്രേവിക്ക് ആവശ്യമായിട്ട് നമുക്ക് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് മോരിരിപ്പുണ്ട്, നമ്മൾ അടിച്ചെടുത്ത മോരിരിപ്പുണ്ട്. അപ്പോൾ മോരൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിയായി കിട്ടി. അപ്പോൾ ഈ കറിയുടെ കളറ് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. നല്ല മഞ്ഞ കളറിൽ തന്നെയാണ് കേട്ടോ കറി ഇരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ മോര് കറി ഒന്ന് ഇനി ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ മോര് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ അല്പം ഒഴിച്ചു കൊടുത്ത് കടുകും ഉലുവയും എല്ലാം ഒന്ന് മൂപ്പിക്കാൻ വേണേ. അതെല്ലാം മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രാവിലെ ഞാൻ ചൂടൻ ഫ്രൈ ചെയ്തുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ഒരു മെഴുക്ക് പുരട്ടി കൂടെ ഉണ്ടാക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്ത് മെഴുക്ക് പുരട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതിലേക്ക് അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കളർ കിട്ടാൻ നല്ലതാണേ. വറ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ട നല്ല കളർഫുള്ളായിട്ടില്ലേ. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തൊലിയൊന്ന് ചീവി കളഞ്ഞിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനത് നന്നായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് എല്ലാം ഒന്ന് വാരി വയ്ക്കുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് കിഴങ്ങ് അടുപ്പത്ത് വയ്ക്കാൻ വേണേ. അപ്പോൾ ഈ കിഴങ്ങ് തിളച്ച് വരുന്ന സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ടല്ല എടുക്കുന്നത്, മുളക് ചതച്ചാണ് ചേർക്കുന്നത്. അതിന് ഞാൻ ഉണക്കമുളകില്ലേ അതും അല്പം ഉപ്പും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പാക്കറ്റിലൊക്കെ കടകളിൽ നിന്നൊക്കെ ചതച്ച മുളക് കിട്ടും. നമുക്ക് വീട്ടിൽ ഇതുപോലെ മിക്സിയിൽ ചതച്ചാണെങ്കിലും എടുക്കാം. അപ്പോൾ അതേ ചതച്ച മുളക് അതിലേക്ക് ഇട്ടു. അപ്പോൾ കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നേ. വെന്ത് വന്നപ്പം അതിലേക്ക് മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി അതിൻ്റെ പുറമേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞ് അന്തസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു ഐറ്റം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും കൂട്ടി ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റെന്ന് പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഒരു 2 മണിയായപ്പോൾ ഞാനും അനുക്കുട്ടിയും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വണ്ടിയിലിരുന്നപ്പോൾ എടുത്ത ചെറിയൊരു വീഡിയോ ആണിത്. പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മോളും ക്ലാസ് കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു തക്കാളി ചോറുണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പം കുറച്ച് റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി മസാല എല്ലാം റെഡിയാക്കിയിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച് ചോറും കൂടി ഇട്ട് മിക്സ് ചെയ്യണേ. അപ്പോൾ നമ്മളിത് സാധാരണ നമ്മൾ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കി എടുക്കാറുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാൻ ചോറുണ്ടായിരുന്നേ, കറിയും ചോറും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയില്ല. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മക്കളുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ചൂടോടുകൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ അധികമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. എല്ലാവർക്കും അല്പം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ചിട്ട് ദം ചെയ്യുമ്പോൾ കുറച്ച് സമയം ഞാൻ അടച്ചു വെച്ചു. അതിന് ശേഷമാണ് കേട്ടത് ഇപ്പോൾ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളറിലെ ഒരു റൈസ് കാണുമ്പോൾ ഭയങ്കര താല്പര്യമായിരിക്കും കഴിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ വെള്ള റൈസല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും ഒരു പ്രത്യേകതയൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റും. നമുക്ക് ഉച്ചയ്ക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഇനി കൂടുതലായിട്ട് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.